ഭൂമി സ്വീകരണം മുതൽ ആ വീടിന്റെ ഗൃഹാരംഭം വരെ ഒരു സ്ഥപതിയുടെ മേൽനോട്ടം കൃത്യമായ രീതിയിൽ ഉണ്ടെങ്കിൽ ഉത്തമമായ ഒരു വീട് നിർമ്മിക്കാൻ പറ്റും. അങ്ങനെ നിർമ്മിച്ച വീടുകൾ ഉറപ്പായിട്ടും നിങ്ങളുടെ തലമുറയെയും നിങ്ങളുടെ ജീവിതത്തെയും സമൃദ്ധിയിലേക്കും സമ്പന്നതയിലേക്കും നയിക്കും. നമ്മൾ എന്തൊക്കെയാണോ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഇതെല്ലാം എവിടെ ക്രമീകരിക്കണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ രീതിയിൽ, അതുപോലെ ഊർജം വരുന്ന ദിശകളെ അടയാളപ്പെടുത്തി ആ ദിശകളിൽ മതിയായ അളവിൽ ജനലുകളും വാതിലുകളും കൊടുത്തുകൊണ്ട് നമുക്ക് ഊർജത്തെ വീട്ടിനകത്തേക്ക് കടത്തിവിടാനും പറ്റും. അങ്ങനെ കൃത്യമായ രീതിയിൽ ഇന്റീരിയർ ചെയ്ത് പെയിന്റിങ് അടക്കം, അതായത് ഇപ്പൊ ചിലർക്ക് ആ അത്തരം നിറങ്ങൾ ഉപയോഗിക്കേണ്ട രീതികൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ അവസാന ഘട്ടത്തിൽ പരിശോധനകൾക്ക് വിധേയമാക്കി അതെല്ലാം ചിട്ടപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പൂർത്തിയാക്കുന്ന ഒരു വീട്, അതിന്റെ അവസാന ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായി പണിക്കാരെല്ലാം പുറത്തു പോയി കഴിഞ്ഞാൽ, ഏവർക്കും പ്രണാമം. വാസ്തുശാസ്ത്രത്തിലൂടെ എങ്ങനെ ലക്ഷണയുക്തമായ ഒരു ഉത്തമ ഭവനം സൃഷ്ടിക്കാം, അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇപ്പൊ വാസ്തു ഒരു ഉത്തമമായ ഭവനം നിർമ്മിക്കുന്നതിന് പിന്നിൽ ഒരുപാട് ഘട്ടങ്ങളെ കുറിച്ച് പറയുന്നു. അതായത് നിങ്ങളൊരു വീട് കെട്ടാൻ, വാസ്തുപരമായി ഉത്തമമായ ഒരു വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു ഉത്തമനായ ഒരു വാസ്തു ആചാര്യനെ കണ്ടെത്തുക എന്നുള്ളത്. കൃത്യമായി നിയമങ്ങൾ അറിയുന്ന ഒരു വാസ്തു ആചാര്യനെ കണ്ടെത്തി അദ്ദേഹത്തിനോടൊപ്പം നിങ്ങൾ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന ഭൂമിയിലേക്ക് പോവുക. ആ ഭൂമിയുടെ കിടപ്പ് വാസ്തുശാസ്ത്രപരമായ രീതിയിൽ ഉത്തമമാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം എങ്കിൽ മാത്രമേ ആ ഭൂമി സ്വീകരിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഭൂസ്വീകരണം എന്നാണ് അതിനെ പറയുക വാസ്തുശാസ്ത്രം. ഭൂസ്വീകരണം മുതൽ ഒരു സ്ഥപതിയുടെ സാന്നിധ്യം നിങ്ങളോടൊപ്പം ഉണ്ടാവണം. അതിനുശേഷം ആ ഭൂമി ഉത്തമമാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം കൃത്യമായ വാസ്തുശാസ്ത്ര കണക്കുകൾ പ്രകാരം തന്നെ ആ ഭൂമിയിൽ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന വീടിന്റെ അളവ് ചിട്ടപ്പെടുത്തുക. ആ അളവ് ചിട്ടപ്പെടുത്തി ആ പ്ലാന് റെഡി ആയതിനു ശേഷം നിങ്ങൾ അതില് നിങ്ങൾക്ക് വേണ്ട സ്ഥാനങ്ങൾ, അതായത് വാസ്തുശാസ്ത്രം പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വാസ്തുവിലെ ഓരോരോ നമ്മുടെ നിർമ്മിതികളിലെ ഓരോരോ സ്ഥാനങ്ങളെയും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വടക്ക് കിഴക്ക് ഭാഗം താഴ്ന്നിരിക്കണം, അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഉയർന്നിരിക്കണം എന്നുള്ളതൊക്കെ പറയുന്നത്. അത് ആ ഒരു നിയമത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഉയർച്ച താഴ്ചകളെ ക്രമീകരിക്കേണ്ടതുണ്ട് വീടിന്റെ നിർമ്മിതി. അതുപോലെ പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ഥാനങ്ങൾ, വടക്ക് കിഴക്ക് ഭാഗത്തു നിന്നും പ്രാണൻ വരുന്ന ദിശയായത് കാരണം കൊണ്ട് നമ്മുടെ ലിവിംഗ് റൂം, ഓപ്പൺ സിറ്റ് ഔട്ട് തുടങ്ങി പ്രാർത്ഥനാ മുറി തുടങ്ങിയവയെല്ലാം വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുകയും, അതുപോലെ തെക്ക് കിഴക്ക് ഭാഗം അഗ്നിയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ദിശയായത് കാരണം കൊണ്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് നമ്മൾ അഗ്നി സംബന്ധമായിട്ടുള്ള കാർ പോർച്ച്, അതുപോലെ അടുക്കള, അതുപോലെ അഗ്നി റിലേറ്റഡ് ആയിട്ടുള്ള എന്തിനേയും നിങ്ങൾക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് കേന്ദ്രീകരിക്കാം. ഇതുപോലെ തെക്ക് പടിഞ്ഞാറ് ഒരു വീടിന്റെ ഏറ്റവും സുഖകരമായ ഒരു ദിശയാണ് തെക്ക് പടിഞ്ഞാറ്. ഏറ്റവും ശാന്തമായി സ്വസ്ഥമായി ഉറങ്ങാൻ നമുക്ക് സാധിക്കുന്ന, ഇല്ലെങ്കിൽ ഇരിക്കാൻ നമുക്ക് സാധിക്കുന്ന ദിശയാണ് തെക്ക് പടിഞ്ഞാറ്. ഈ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ മാസ്റ്റർ ബെഡ്റൂം കൊടുക്കുക. അതായത് ഭൂമി തത്വമാണ് തെക്ക് പടിഞ്ഞാറ്. ഈ ഭൂമിയിലാണ് എന്ത് ചെയ്താലും അത് അഭിവൃദ്ധിപ്പെട്ടത്. ഭൂമിയിൽ വിത്തിട്ടാൽ മുളയ്ക്കുന്നത് പോലെ നമ്മുടെ ജീവിതമാകുന്ന എല്ലാ കാര്യങ്ങളിലും, നമ്മുടെ ജീവിതത്തിലെ എല്ലാ ക്രയവിക്രയങ്ങളെയും, അതിൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന എല്ലാത്തിനെയും അഭിവൃദ്ധിപ്പെടുത്താൻ നമുക്ക് ഈ തെക്ക് പടിഞ്ഞാറിന്റെ ഊർജം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മാസ്റ്റർ ബെഡ്റൂം നിർബന്ധമായിട്ടും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. പിന്നെ വായു എന്ന് പറഞ്ഞാൽ വായു തത്വം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചലനമായിട്ടുള്ള ഒരു ഊർജമാണ് ഈ വായു. അപ്പൊ ആ ഭാഗത്തായിട്ട് സെപ്റ്റിക് ടാങ്ക്, മലിനജന കുഴികൾ തുടങ്ങി നമുക്ക് വേണ്ടാത്ത സംവിധാനങ്ങളെല്ലാം വടക്ക് പടിഞ്ഞാറ് ദിശകളിലായിട്ട് കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാനത്തിൽ വീടിന്റെ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് നമ്മളുടെ ആവശ്യങ്ങളെ അടയാളപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് അതെല്ലാം
പോയിന്റ് ചെയ്യണം എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി അടുത്തത് കുറ്റിയടിക്കുക. അപ്പോൾ നമ്മൾ ഭൂമിയിൽ വാസ്തുശാസ്ത്ര വിധി പ്രകാരം തന്നെ കുറ്റിയടിക്കുക. കുറ്റിയടിച്ചു കഴിഞ്ഞാൽ പിന്നെ കൺസ്ട്രക്ഷൻ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് നമ്മൾ മുന്നോട്ട് പോയി അതിന്റെ ഇന്റീരിയർ ചെയ്യും. നമ്മൾ പറയുന്നു 3 തരത്തിലുള്ള വാസ്തു ഉണ്ട്. അന്ന് ഈ പറയുന്ന അവസാനത്തേത് യാന വാസ്തു, അതായത് നമ്മൾ വാഹനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാസ്തു തന്ത്രങ്ങൾ, അതുപോലെ ശയന വാസ്തു. ഇതാണ് അവസാനത്തെ ഘട്ടം. ഈ ശയന വാസ്തു എന്ന് പറയുന്നത് നമ്മളുടെ വീടിന്റെ അകത്തുള്ള ഇന്റീരിയർ വർക്ക്, അതായത് നമ്മൾ എവിടെയാണ് കട്ടിൽ വെക്കേണ്ടത്, എങ്ങനെയാണ് കട്ടിൽ ഇടേണ്ടത്, അതുപോലെ ചെയറുകളും ഡൈനിങ് ടേബിള് തുടങ്ങി ഒരു ഫോട്ടോ വെക്കുന്നതടക്കം ഒരു വാച്ച്, ഫോട്ടോ, ഇരിപ്പിടങ്ങള്, അതുപോലെ കളിപ്പാട്ടങ്ങള്, ചെരുപ്പ് സ്റ്റാൻഡ്, TV, അതുപോലെ ജനറേറ്റർ തുടങ്ങി നമ്മൾ എന്തൊക്കെയാണോ വീട്ടിൽ ഉപയോഗിക്കുന്നത് ഇതെല്ലാം എവിടെ ക്രമീകരിക്കണം എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ രീതിയിൽ ശയന വാസ്തു എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലൂടെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ വീടിന്റെ ഇന്റീരിയർ നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. അതുപോലെ ഊർജം വരുന്ന ദിശകളെ അടയാളപ്പെടുത്തി ആ ദിശകളിൽ മതിയായ അളവിൽ ജനലുകളും വാതിലുകളും കൊടുത്തുകൊണ്ട് നമുക്ക് ഊർജത്തെ വീട്ടിനകത്തേക്ക് കടത്തിവിടാനും പറ്റും. അങ്ങനെ കൃത്യമായ രീതിയിൽ ഇന്റീരിയർ ചെയ്ത് പെയിന്റിങ് അടക്കം, അതായത് ഇപ്പൊ ചിലർക്ക് ചില നിറങ്ങളോടെല്ലാം വളരെ വല്ലാത്തൊരു ഇഷ്ടം തോന്നും. അത്തരം നിറങ്ങൾ ഉപയോഗിക്കേണ്ട രീതികൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ അവസാന ഘട്ടത്തിൽ പരിശോധനകൾക്ക് വിധേയമാക്കി അതെല്ലാം ചിട്ടപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പൂർത്തിയാക്കുന്ന ഒരു വീട്, അതിന്റെ അവസാന ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായി പണിക്കാരെല്ലാം പുറത്തു പോയി കഴിഞ്ഞാൽ ആ വീട് ഊർജപ്പെടുത്തിയെടുക്കണം. അതിനായിട്ട് ആ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അവസാനം ഇല്ലെങ്കിൽ ആരംഭത്തിന്, അതായത് ആ ഗൃഹാരംഭത്തിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ ഒരു പദ്ധതിയാണ് വാസ്തുബലി. വാസ്തുബലി ഒരു വീടിന് നിർബന്ധമായും ചെയ്തിരിക്കും. അതിനുശേഷം തലേ ദിവസം വൈകുന്നേരം വാസ്തുബലി ചെയ്താൽ പിറ്റേ ദിവസം ഗൃഹാരംഭ ദിവസം പുലർച്ചെ ഗണപതി ഹോമം, അന്ന് വൈകുന്നേരം ഭഗവതി സേവ. ഈ 3 കാര്യങ്ങളും ഇപ്പൊ ഭഗവതി സേവ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു വീടിന്റെ കുലദേവതയെ ഇല്ലെങ്കിൽ ആ കുടുംബദേവതയെ അതിന്റെ എല്ലാ അനുഗ്രഹത്തിനും വേണ്ടിയിട്ട് പ്രീതിപ്പെടുത്താനുള്ള ഒരു പൂജയാണ് ഈ ഭഗവതി സേവ. അതുപോലെ ഗണപതി ഹോമം എന്നൊക്കെ പറയുന്നത് ആ വീടിന്റെ മൂലാധാരത്തെ ഊർജപ്പെടുത്തുകയും ആ വീടിനെ മൊത്തത്തിൽ ശുദ്ധീകരിക്കാനും അന്തരീക്ഷത്തെ മുഴുവൻ ശുദ്ധീകരിക്കാനൊക്കെ ആയിട്ട് ചെയ്യുന്നതാണ് ഈ ഗണപതി. വാസ്തുബലിയാണെങ്കിൽ വാസ്തു പുരുഷൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം വാസ്തുശാസ്ത്രത്തിലുണ്ട്. ആ വാസ്തു പുരുഷന്റെ ശാന്തിക്കായിട്ട് നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ ഒരു പൂജയാണ് വാസ്തുബലി എന്ന് പറയുന്നത്. അപ്പോ ഈ 3 കാര്യങ്ങളും അവസാന ഘട്ടത്തിൽ നമ്മൾ പൂർത്തിയാക്കി ആ വീട്ടിലേക്ക് താമസം മാറുകയാണെങ്കിൽ, ഇനി ആ വീട് താമസിക്കുകയാണെങ്കിൽ ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന എല്ലാം ജീവിത സുഖങ്ങളും സമൃദ്ധിയും അനുഭവിച്ചുകൊണ്ട് ആ വീട് നമുക്ക് സുഖകരമായ ഒരു ജീവിതം സമ്മാനിക്കുന്ന ഒരു ഇടമായി മാറും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇത്തരം ഭൂമി സ്വീകരണം മുതൽ ആ വീടിന്റെ ഗൃഹാരംഭം വരെ ഒരു സ്ഥപതിയുടെ മേൽനോട്ടം കൃത്യമായ രീതിയിൽ ഉണ്ടെങ്കിൽ ഉത്തമമായ ഒരു വീട് നിർമ്മിക്കാൻ പറ്റും. അങ്ങനെ നിർമ്മിച്ച വീടുകൾ ഉറപ്പായിട്ടും നിങ്ങളുടെ തലമുറയെയും നിങ്ങളുടെ ജീവിതത്തെയും സമൃദ്ധിയിലേക്കും സമ്പന്നതയിലേക്കും നയിക്കും. ഒരുപാട് കാലം ആ വീട്ടില് ആ തലമുറ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വാസ്തുശാസ്ത്രം അടിവരയിട്ട് പറയുന്നത് ഈ ഒരു കാര്യമാണ്. അതായത് സമൃദ്ധിയോടുകൂടി ജീവിക്കാൻ, ജീവിതത്തെ സംരക്ഷിക്കാൻ വാസ്തുവിലെ ഓരോ നിയമങ്ങളും എഴുതിയിരിക്കുന്നത് അതിനു വേണ്ടിയാണ് എന്നുള്ളത്. ഏവർക്കും നന്ദി. സമ്പൂർണ്ണ ജാതകം, പ്രശ്നപരിഹാരങ്ങളോട് കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിന് നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.